ഗൈസ് ഞാൻ തമാശ പറയല്ല, ഇവിടെ ആനപ്പിണ്ടത്തിന്റെ മണമുണ്ട്. കഴിക്കാൻ പോണത് നമ്മുടെ മാൻ വേഴ്സസ് വൈൽഡിലെ ബെയർ ഗ്രിൽസിന്റെ മനസ്സ് വിചാരിക്കുക, അങ്ങ് കഴിക്കുക. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സെറിയാക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കൽ അടുത്തുള്ളൊരു മാർമല വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോളാണ്. അപ്പോൾ ഞാനും ഉണ്ട്, ജോബിനും ഉണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് മൊത്തം പച്ച നിറയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമൊന്നുമില്ല, എല്ലാം കത്തിക്കരിഞ്ഞ് നിൽക്കുവാണ്. പക്ഷേ എന്നാലും നല്ല വൈബ് സ്ഥലമാണ്. ഇത് കണ്ടല്ലോ, കുത്തനുള്ളൊരു ഇറക്കമാണ്. നമുക്ക് പയ്യെ താഴോട്ട് ഇറങ്ങി പോകാം. നമ്മളപ്പോൾ ചെറിയൊരു സർവൈവൽ ഫിഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫിഷിംഗ് അല്ല, സർവൈവൽ മാത്രം കേട്ടോ. മൊത്തം പാറയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല. അയ്യോ, നല്ല എഫേർട്ടാണ് അവിടെ ഇറങ്ങാനായിട്ട്. അപ്പോൾ തെന്നിക്കഴിഞ്ഞാൽ വീഴാനും ചാൻസ് ഉണ്ട്. നല്ല കല്ലൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ പണിയാവും. ഇവിടെ വെള്ളമുള്ളൊരു സ്ഥലമുണ്ട്. ബാൻ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ വെള്ളമുണ്ട്. അതിനകത്ത് മീനുണ്ടോന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനത്തെ, ഒരു ക്രീച്ചറിനെ പിടിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അതിനെ പിടിക്കുക, ഇവിടെ വെച്ച് തന്നെ നമുക്കതിനെ കുക്ക് ചെയ്യാം. യാ ഗൈസ്, വെള്ളം ഫൈനലി. കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതേ മരമൊക്കെ ഉണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ ഗൈസ്, നമ്മളിതേ താവോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഹെവിയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ മാപ്പിൽ പിൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും വരാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വരാം. ജോബിന് അങ്ങനെ ഉണ്ടാ? നമ്മൾ അന്ന് വന്നപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നല്ലേ. ബാഗിനകത്ത് നിങ്ങൾ ആലോചിക്കും എന്താണ് സംഭവം എന്ന്. നമ്മൾ 2-3 ദിവസത്തെ ക്യാമ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ബാഗിനകത്ത് ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. അങ്ങനെ വെള്ളം ഫൈനലി. ഇതിനകത്ത് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. നമുക്ക് പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ നമുക്ക് നോക്കാം. ഞാൻ അടുത്തോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ താഴെ കൃഷിയുടെ ആവശ്യത്തിന് ആരാണ്ട് വെള്ളം എടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. പൈപ്പുണ്ട്. മീനുണ്ടാ? ഫിഷ്. ഞാനവിടെ ഒരു ചെറിയ മീനിനെ കണ്ടു. എന്തെങ്കിലും അത് കാണാതിരിക്കത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലം ആയിക്കുന്ന സമയത്ത് നല്ല വെള്ളം വരും. ഈ ഒരു ലെവലിൽ വെള്ളം. ഇപ്പോൾ നിങ്ങൾ ആ പാട് കണ്ടോ, ആ പാട് കിടക്കുന്ന ലെവലിൽ വെള്ളം വരും. അതുപോലെ തന്നെ മേളയിൽ നിന്ന് നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അന്ന് വന്നപ്പോഴേക്ക് ഈ കല്ലൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു കേട്ടോ. നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതെല്ലാം വെള്ളം ഒഴുകി ഉണ്ടായ ഒരു ഷേപ്പാണ്. വെള്ളം ഒഴുകി നേച്ചർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്കെന്താണ് ഇതിന് താഴെ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ചമര എന്നാണെങ്കിലും ഹെവി സ്പോട്ടല്ലേ. അപ്പം നമ്മൾ വന്ന കാര്യത്തിലേക്ക് പോവാണ്. നമ്മൾ പയ്യെ പോയി ആ ക്രീക്കിനകത്ത് എന്തെങ്കിലും ജീവികളുണ്ടോ, നമുക്ക് പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ നമുക്ക് നോക്കാൻ പോവാണ്. തിരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ അവിടെ ഒരു ഹെവി ഞണ്ടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഞണ്ട് കേട്ടോ. നല്ല സൈസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പിടിച്ചതിൽ, പുഴയിൽ നിന്ന് പിടിച്ചതിൽ ഏറ്റവും വലിയ സൈസാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു സംഭവമുണ്ട്, കാണിച്ചിരപ്പാ. നമുക്ക് ആദ്യം വേണ്ട ഒരു സ്റ്റിക്കാണ് കേട്ടോ, ഒരു കമ്പ് വേണം നമുക്ക്. ഇവിടുന്ന് വല്ലോ, ഇത് ഒടിഞ്ഞു കിടക്കുന്ന മരമാണ് കേട്ടോ. അപ്പം നമുക്കൊരു കമ്പ് വേണം. ഒരു ഭ്രാന്തനെ പോലെ അല്ലേ. അതിന് ശേഷം നമ്മളൊരു ചങ്കീസ് ഉണ്ട്, ഒരു നൂലുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കെട്ടുക. ചങ്കീസെന്നും കങ്കൂസെന്നും അങ്ങനെ മോണലൈൻ. അപ്പോൾ ഇതിലോട്ട് ഇത് നൈസായിട്ട് കെട്ടുക. ഓക്കെ, കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ കപ്പ ഒരു ചെറിയ കഷ്ണം. ഇതിനകത്ത് മനങ്ങിലെ പോലെ നെടുമീൻ പോലത്തെ മീനുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ശേഷം ഈ സൈഡ് ഇങ്ങനെ കയറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, പെർഫെക്റ്റ്. നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. കണ്ടല്ലോ, ഒരുമാതിരി പാമ്പിനെ പിടിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? പാമ്പിനെ പിടിക്കും, പാമ്പിൻ്റെ ദേഹത്ത് കയറ്റിയിടുന്നത് അതുപോലെ ഉണ്ട്. ഞാൻ ഫുള്ള് തപ്പിയിട്ടതാ. ഈ സാധനം ഉണ്ടായിരുന്നു, അവൻ എനിക്കൊന്നും അറിയാം.
കുറേ നാളെ മുമ്പ് മേളിൽ നിന്ന് അങ്ങോട്ട് ഒലിച്ചു വന്നൊരു മരം പോലത്തെ സാധനം കിടപ്പുണ്ട് കേട്ടോ. ഒരു വർഷം പഴക്കമുള്ള അല്ലേടാ. നല്ല നൈസ് അടിയാണല്ലോ. നീ കണ്ടോ? കണ്ട് മുമ്പിലെ കാണത്തില്ല, അതിൻ്റെ ആർക്കാണല്ലേ. പിടിച്ചിട്ടുണ്ട് ഫൈനലി. പക്ഷെ അവനങ്ങോട്ട് വലിക്കുന്നുണ്ട്, അവന് പോകാൻ പറ്റുന്നില്ല. വെയിറ്റ് നമ്മൾ ഒത്തിരി ബലം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാല് പറഞ്ഞു പോകും. നമുക്ക് അധികം ബലം പിടിക്കാൻ പറ്റത്തില്ല. യെസ് കണ്ടോ? ഇതാണോ അമ്മത്തന്നെ ഭയങ്കര ഞണ്ട്? അല്ലല്ല, നമ്മൾ കണ്ടത് വലുതാ. നമ്മള് കുറച്ച് മുമ്പ് ഇവനെക്കാളും ഹെവി ഒരു സാധനത്തിനെ കണ്ടത്, പക്ഷെ അവനെ പിടിക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം കഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് 2 മാസത്തിനെ പിടിക്കാൻ തോന്നുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ചൂട് ഇവിടെ ഇട്ട് നമ്മളിവിടെ ഇവിടെ ചൂടാൻ പോകണം. നമ്മൾ സർവൈവൽ എന്ന് പറഞ്ഞില്ലേ, കൊല്ലാതെ വിടമാട്ടെ. ജോയിന്റെ സന്തോഷം കണ്ടോ? നീ ഒരു ഞണ്ട് പിടിക്കുന്നുണ്ടോ ഇതുപോലെ? നീ ഞണ്ട് കിട്ടുന്നു വിചാരിച്ചായിരുന്നോ? പിന്നെ വിചാരിച്ചു നീ പോയാൽ ഉറപ്പാട് കിട്ടും. ഓ, ജോയിനെ തള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വെസ്റ്റേൺ ഗാർഡ്സിൽ കണ്ടുവരുന്ന ഞണ്ടുകളൊന്നാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ത്യയിൽ 120 ഇനം ഞണ്ടുകളുണ്ട്, ഫ്രഷ് വാട്ടർ ഞണ്ടുകൾ. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇനവും കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 90 ഇനം ഞണ്ടുകൾ കണ്ടുവരുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലാണ്. ഇത് ഇതിനേക്കാളും വലുതാണ് കേട്ടോ, ഇതിനേക്കാളും നല്ല വലുപ്പം വെക്കും. ഇതിൻ്റെ ബൈറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. ഇതെങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് നമ്മൾ കൈ ആണെങ്കിൽ ഇതിനകത്തുണ്ടല്ലോ, ഈ 2 അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഓൾറെഡി ഇതേ കടിച്ചേക്കുന്നത് തന്നെയാണ് ചെയ്തത്. ഈ 2 അറ്റത്ത് ഈ സാധനം കേട്ടോ, ഇതിന് ഇടയ്ക്കോട്ട് നമ്മുടെ കൈ കയറി, പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് കൈ വെക്കുവാണെങ്കിൽ തീർന്നു തന്നെ. എന്നിട്ട് ഇതിൻ്റെ 2 ഇടയ്ക്കോട്ട് കൈ പോയി കഴിഞ്ഞാൽ എൻ്റെ മച്ചാന്മാരെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. പിന്നെ ഈ സാധനം പിടിവിടത്തില്ല. പിന്നെ ഇത് പിടിവിടണമെങ്കിൽ നമ്മളിതിനെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ഇവൻ പിടിവിടും, ഓടിപ്പോകും. അല്ലാതെ ഒരു രീതിയിൽ ഇതുണ്ടോ, ഞാൻ എത്ര വലിച്ചെന്ന് പറഞ്ഞാൽ ഈ സാധനം വിടത്തില്ല. അതുപോലെ തന്നെ ഞണ്ടിനെ പിടിക്കുന്ന ആൾക്കാർക്കറിയാം, ഇതിൻ്റെ വയറുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇതിനകത്ത് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ ഇത് ക്യാരി ചെയ്യുന്നതും ഇതിനകത്താണ്, ഈ ഹോളിന്. അതിനൊക്കെ അതില്ല, ഇതുണ്ട്. ഇത് തുറക്കാമെന്നത്, ഇത് തുറന്നു കഴിഞ്ഞാൽ ചില ഞണ്ടിൻ്റെ അതിനകത്ത് മുട്ട കാണും. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മുട്ടയുണ്ടോ? ചിലതിനകത്ത് മുട്ടയുണ്ട് കേട്ടോ. മുട്ട ക്യാരി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഞണ്ടിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇത് കേട്ടോ ഇതുവരെ പിടിവിട്ടിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, നമുക്കിതിനെ എങ്ങും സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിടാൻ പോവാണ്. ഒരു കല്ലേലോട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് റിയൽ സർവൈവൽ ഫിഷിംഗ് ആൻഡ് കുക്കിംഗ്. ഇനി ഇതിൻ്റെ കുക്കിംഗ് പാർട്ട് ഉണ്ടോ, വരുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ. ഈ സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യുവാണ്. അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഞണ്ടിനെ ചൂടണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് ചൂടാം. അല്ല, ഇവിടെ ഇട്ട് ചൂടുന്ന അത്ര സേഫ് ആയിരിക്കില്ല, കാരണം ഇവിടെ ഒത്തിരി ഉണക്കപ്പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കിട്ട് ആ ഭാഗത്തിട്ട് ഇതിനെ കുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് വിറക് ശേഖരിക്കണം കേട്ടോ. അതെ, ഇവിടെ ഇഷ്ടംപോലെ വിറകുണ്ട്. എനിക്കൊന്ന് ഇല്ലിയാണ്, ഇല്ലി ഇത് നന്നായിട്ട് കത്തും. നമുക്കൊരു ഞണ്ടിന് ചൂടായിട്ട് ഇത് ധാരാളമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇട്ട് ചൂടാം.
സമയം ഏകദേശം സന്ധ്യയാവുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുപ്പുണ്ടാക്കി ചുടണം. ജോബും കല്ലെടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു അടുപ്പുണ്ടാക്കണം. അവിടെ ഇവിടെ ഒരു ചെറിയൊരു ഇത് സെറ്റ് ചെയ്യണം. ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു അടുപ്പ്, ആ കൽക്കരി അതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ അല്ലേ? അതാണോ? അതിനാണോ മണം? ഗൈസ്, ഞാൻ തമാശ പറയല്ല, ഇവിടെ ആനപ്പിണ്ടത്തിൻ്റെ മണമുണ്ട്. പക്ഷേ ആനയുള്ളൊരു സ്ഥലമല്ല ഇത്. കാരണം ഇത് കോട്ടയത്ത് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആനയില്ല. പക്ഷെ നമ്മൾ വന്നപ്പോൾ തൊട്ട് ആനപ്പിണ്ടത്തിന് നല്ല സ്മെല്ലുണ്ട്. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. എടാ ഇനി ഈ മരമൊക്കെ ഇനി ആന ചവിട്ടിയിട്ടാണോ? ഗൈസ്, നമ്മളിവിടെ വന്നപ്പോഴേക്കും ഒരു മരം ഇവിടെ പിടന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ആനയില്ല. കാരണം ഇത് ഇല്ലിക്കല്ല. ഇവിടെ കോട്ടയത്ത് അങ്ങനെ ആനയുള്ളൊരു സ്ഥലം ഇല്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങനെ ഇതുണ്ടോ, ഈ ചാർക്കോൾ ഓൾറെഡി ഉണ്ടല്ലോ, ഈ പൈപ്പ് എടുത്ത് മാറ്റി, എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇത് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് നമ്മളിത് പയ്യെ അടുപ്പ് കത്തിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി എങ്ങോട്ടും തീ പിടിക്കാത്ത രീതി വേണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യണത്. കത്തിക്കോളല്ലേ? നമ്മുടെ ഞണ്ട് എന്താണേലും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവൻ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കമ്പിൻ്റെ ഇടയ്ക്ക് അവനെ കയറ്റി വെച്ചിട്ട് കൊണ്ട് ചുടാനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് സർവൈവൽ ഫിഷിംഗ് ആണ്. ഇതിനകത്ത് ഈ ഞണ്ടിനെ കൊല്ലാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രീതിയിൽ ഇതിനെ കൊല്ലാൻ പറ്റത്തില്ല. വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ മീനാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞാൽ പിടഞ്ഞ് ചത്തു. പക്ഷേ ഞണ്ട് അങ്ങനെ ചാകത്തില്ല. അല്ലെങ്കിൽ ഇതിനെ കുത്തോ എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ ഫ്ലഷ് എല്ലാം പുറത്ത് താപ്പാട് വൃത്തിയിടാം. അതുകൊണ്ട് നമ്മളിതിനെ ജീവനോടെ തീക്കാത്തൊരു ചുടുവാണ്. ഒത്തിരി ആൾക്കാർക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാം. അങ്ങനെ വിഷമം വരുന്ന ആൾക്കാർ ഈ പാട്ടങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കനലായിട്ടുണ്ട്. ഇത് താല്പര്യമില്ലാത്ത ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുക. അതിൻ്റെ ഒരു കാല് പറഞ്ഞു പോയി കേട്ടോ. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ മീൻ പിടിക്കുവാണെങ്കിൽ അതിനകത്ത് നെടുമീനൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ മീൻ പിടിക്കുവാണെങ്കിൽ അതിന് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോബിന് ഇതുവരെ പച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അവനെ കൂടെ പച്ചയ്ക്ക് കഴിപ്പിക്കാൻ ഒരു മടി. കാരണം ഞാനിത് കൊച്ചിലെ കഴിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ജോബിൻ്റെ വരെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ, സ്വല്പം. ഓക്കെ, അപ്പോൾ നമ്മളിതേ നമ്മുടെ ഞണ്ടയിലോട്ട് ഈ മുളക് പൊടി ഉപ്പും നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ കാലൊന്നും തിന്നാൻ കൊള്ളത്തില്ല. നല്ലപടി ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. പറ്റും. ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാൽസ്യമാണ്. വയറിനകത്ത് ഇച്ചിരി വെക്കാം അല്ലേ? വയറിനകത്തും ഇച്ചിരി തേച്ച് വെക്കാം. എന്നിട്ട് ഇവനെ പഴയപടി നമ്മുടെ ഇതിലോട്ട് കയറ്റി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പയ്യെ തീ അങ്ങോട്ട് കെടുത്താം അല്ലേ? തീ അങ്ങ് കെടുത്തിട്ട് നമുക്ക് കനലിൻ്റെ മുകളിൽ വെക്കാം. നീ മണത്തേക്കടാ ഒരു കൊഞ്ചും കാലിൻ്റെ അല്ലേ? അത് തന്നെ, ഇതെല്ലാം സെയിം വർഗത്തിൽപ്പെട്ട സാധനമാണല്ലോ. പെർഫെക്റ്റ്. ഇത് കണ്ടോ ഗൈസ്? ഇതുണ്ടല്ലോ ചെറുതായിട്ട് അങ്ങ് ചുട്ടിട്ടുണ്ടല്ലോ, എടുത്തങ്ങ് ഇത് കറുമുറയും കടിച്ചങ്ങ് തിന്നണം. അത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അങ്ങ് എടുത്ത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ രണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ്, അതായത് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് സർവൈവൽ ഫിഷിംഗ് ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് നമ്മൾ ചെയ്ത് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഇനി നമ്മൾ രാത്രിയിൽ നൈറ്റ് അവിടെ ഫിഷിംഗ് കൂടെ ഉണ്ട് കേട്ടോ. അത് വേറെ എപ്പിസോഡായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നൈറ്റ് അതിനകത്ത് ഫിഷിംഗ് ഉണ്ട്. മീൻ കിട്ടുമെന്ന് അറിയത്തില്ല. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഞണ്ട് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജോബിന് ഒരു മിനിറ്റ് ഈ ക്യാമറ ജോബിന് ഈ ക്യാമറ നോക്കുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ക്യാമറ കട്ട് ചെയ്യേണ്ടത്. ഇത് മണത്ത് നോക്കി, ശരിക്കും മണത്ത് നോക്ക്. ജെനുവൻലി പറ.
കൊഞ്ച് വിട്ട മണമുണ്ട് അല്ലേ? കൊഞ്ച് വിട്ട മണമല്ലേ? ദേ ഗൈസ് നമ്മുടെ ഞണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവിടെ നോക്കി, മൂക്ക് പൊള്ളല് അല്ലേ? അപ്പോൾ ദേ നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമേ കാല് കഴിക്കാം. കാല് ഇത് ജസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. കാലിൻ്റെ ദേ തോടിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് ഈ വെള്ള സാധനമാണ് ഇതിൻ്റെ മീറ്റ്. ഇതിങ്ങനെ നന്നായിട്ട് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് ഇതിൻ്റെ ഫ്രഷ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ഞാനിത് നല്ലതാണെന്ന് പറയുന്നത് ഇപ്പോൾ ജോയും പറഞ്ഞ പോലെ ആക്ടിങ് ആയിരിക്കുമെന്ന്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിലെ തൊട്ട് ഇത് ഇഷ്ടം പോലെ പിടിച്ച് തിന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇത് ചെയ്യുമ്പോൾ. കടിച്ച് പൊടിച്ചിട്ട് ഇതിനകത്തുനിന്ന് അത് തന്നെ ഇതിൻ്റെ പുറത്തെ തൊണ്ടൊരു ഇച്ചിരി കരിഞ്ഞു പോയി കേട്ടോ. നമ്മൾ എന്താണോ എടുക്കുന്നില്ല, നമ്മളതിനതേ ഇങ്ങനെ പൊളിച്ചെടുക്കും. ഉണ്ടല്ലോ, ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ കറക്റ്റായിട്ട് ഇതിനകത്ത് പോക്കോളൂ. ഇതുണ്ടോ, ഇതൊക്കെയാണ് വേസ്റ്റ്. ഇതുണ്ടോ കുറച്ച് മുമ്പേ വരെ നീന്തി തുടിച്ച് കിടന്ന സാധനം. അതെ, ഇതിനകത്ത് വേസ്റ്റ് പൊക്കോളും. ഇനി നമ്മൾ അതെ ഇത് കണ്ടോ, ഇത് ഫ്ലഷ് ആണ് ഈ സൈഡിൽ കൂടെ കാണുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കളയാനില്ല. കാണിച്ചു കൊടുത്ത് ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് തിന്നാം കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് തിന്നാം കേട്ടോ. മുളക് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് രണ്ടായിട്ട് മുറിക്കുകയാണ്. ഒന്ന് ജോബിനും ഒന്ന് എനിക്കും. അതുപോലെ മേളിലത്തെ ഇത് വേണം, അതിനകത്തൊക്കെ നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ പൊളിച്ച് തേച്ചുകൊണ്ട് ആദ്യമേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ജോബിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ജോബിന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാനല്ല, നമ്മൾ കഴിക്കാൻ പോണത്. ഒരു ചെറിയ ഉപ്പ്, ചെറിയ മധുരം, ചെറിയ എരിവ്. ദേ ജോബിൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞണ്ട് ചുട്ടത് ടേസ്റ്റ് ചെയ്യാൻ പോണു. ജോബിനെ ഇങ്ങോട്ടേക്ക് നമ്മുടെ മാൻ വേഴ്സസ് വൈൽഡിലെ ബെയർ ഗ്രിൽസിന്റെ മനസ്സ് വിചാരിക്കുക, അങ്ങ് കഴിക്കുക. ഞാൻ പറയുന്നത് ഫുള്ള് തിന്നാൻ പോവാ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നൈസ് മൂഡായി വരുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ ചൂണ്ടയിടാൻ പോവാണ് ആ വെള്ളത്തിൽ. അതിന് ചൂണ്ട കെട്ടണം, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, പിന്നെ രാത്രി കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യും. അത് ഇതിൻ്റെ കൂടുതൽ അപ്ലോഡ് ചെയ്യത്തില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവനോട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.